പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് മാസം 16-ാം തീയതി ശനിയാഴ്ച. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു പ്രഭാതം നൽകിയ നല്ല തമ്പുരാന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്ന് മുഴുവനും കർത്താവിൻ്റെ വിജയം നൽകുന്ന വലം കൈ നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ. എല്ലായിടത്തും കർത്താവിൻ്റെ സംരക്ഷണം ഒഴുകട്ടെ. ഈശോയ്ക്ക് സ്വീകാര്യമായ വിധത്തിൽ ജീവിക്കാനുള്ള കൃപ ഇന്ന് നമ്മിൽ ഓരോരുത്തരിലും നിറയട്ടെ. ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായം 54-ാം വചനം ഇന്ന് ധ്യാനിക്കാം. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു, കർത്താവേ, സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ജെറൂസലേമിലേക്കുള്ള യാത്രാമധ്യേ കർത്താവ് സമറിയായിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്നാൽ അവൻ സമറിയായിൽ തങ്ങുന്നില്ല എന്നും അതിനാൽ തങ്ങൾക്ക് മെച്ചമൊന്നും ഉണ്ടാകില്ല എന്നും മനസ്സിലാക്കിയ അവർ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇത് കണ്ട ശിഷ്യരുടെ പ്രതികരണമാണ് ഇന്നത്തെ വചനം. എന്നാൽ യേശു അവരെ ശാസിച്ചു. നമുക്കെതിരെ പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നവരോട് നാം സാധാരണ പറയുന്ന വാക്കുകളാണ്, നിന്നോട് ദൈവം ചോദിക്കും, മുകളിൽ ഒരാളുണ്ട്, ദൈവം നിനക്കുള്ള പണി തരും എന്നൊക്കെ. എന്നാൽ രക്ഷാകരമായ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ആർക്കും ഇങ്ങനെ സംസാരിക്കാനാകില്ലെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ദൈവം ഒരിക്കലും അങ്ങനെ ശിക്ഷിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ തിക്താനുഭവവും അങ്ങയിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള അവസരങ്ങളാക്കി മാറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവർക്കും നന്മ നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.